ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്ത് കണ്ടന്റ് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്കിൻ പ്രൊഡക്ട്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. ഈ സ്കിൻ പ്രൊഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവർക്കും പല പല സ്കിൻ ടൈപ്സ് ആണുള്ളത്. ഇപ്പോൾ ചിലവർക്ക് വന്നിട്ട് ഡ്രൈ സ്കിൻ ആയിരിക്കാം, ചിലർക്ക് ഓയിലി ആയിരിക്കാം, ചിലർക്ക് ഇതിൻ്റെ ഒരു മിഡിലിൽ നിൽക്കുന്ന ഓയിലിയും ഡ്രൈ അല്ലാത്തൊരു സ്കിൻ ആയിരിക്കാം. ഇപ്പം എന്നെ പ്രമാണിച്ച് ഞാൻ ആ പറഞ്ഞ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സ്കിന്നാണ് എൻ്റെ ഒരുപാട് ഡ്രൈ അല്ല, ഒരുപാട് ഓയിലി അല്ല, പക്ഷെ ഒരു മിഡിലാണ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട സ്കിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എല്ലാം വ്യത്യസ്തമാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു സ്കിൻ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നാണ്. കാരണം പിമ്പിൾസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കുറേ ടൈം എടുക്കും ഇതെല്ലാം പോകാനായിട്ട്. ഞാൻ ഏതൊക്കെ സ്കിൻ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. പക്ഷേ ഞാനിതൊരാൾക്കും സജസ്റ്റ് ചെയ്യുന്നതല്ല. ഇത് എൻ്റെ സ്കിന്നിന് പറ്റിയ പാച്ച് ടെസ്റ്റ് നടത്തി ഞാൻ വാങ്ങിയിട്ടുള്ള എൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹിമാലയയുടെ ഒരു ഫേസ് വാഷാണ്. പക്ഷേ എനിക്ക് മീറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇതേ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ഒരു റൈസ് വാട്ടർ ബ്രൈറ്റ് എന്നുള്ള കൊറിയൻ പ്രൊഡക്റ്റാണ്. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്ക്രബാണ്. ഈ സ്ക്രബ് എന്ന് പറയുന്നത് ഹിമാലയയുടെ തന്നെ സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ട്രാവലിങ്ങിനെല്ലാം പോകുന്ന സമയത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഹിമാലയയുടെ സ്ക്രബ് എടുക്കാനായിട്ട് മിക്കപ്പോഴും ഞാൻ മറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 5 പാക്കറ്റോളം ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ഇതാണ് എവർ യൂത്തിൻ്റെ വാൽനട്ടിൻ്റെ സ്ക്രബ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലെൻസിങ്ങിനായിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇന്ത്യൻ ഹീലിംഗ് ക്ലേയുടെ ഒരു ക്ലേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വീക്ക്ലി ഒരു 2 ടൈംസ് ഞാൻ ബീട്രൂട്ട്, പൊട്ടറ്റോ, റോസ് ഇതെല്ലാം കണ്ടന്റുള്ള ഒരു സിഫാൻ നാച്ചുറൽ, ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൊന്നും മേടിക്കാൻ കിട്ടില്ല, ഇത് ഞാൻ അല്ലാതെ വാങ്ങിച്ച പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റാണ് പിന്നെ വീക്ക്ലി ഒരു 2 ടൈംസ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഉള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഫേസ് ആൻഡ് ബോഡി ഇംപ്ലിമിനേഷൻ പോളിഷ്, ബീട്രൂട്ട്, പൊട്ടറ്റോ ആൻഡ് റോസ് കേട്ടോ. എല്ലാം നല്ല നല്ല സ്കിന്നിന് പറ്റുന്ന നല്ല കണ്ടന്റാണ്, നാച്ചുറലാണ്, ഇതെല്ലാം യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിനൊന്നും സമയമില്ല മിക്സ് ചെയ്ത് അതിനൊന്നും സമയമില്ലെങ്കിൽ മാത്രം ഞാൻ ഒലിവ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലെൻസറാണ്, ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് വണ്ടർ എന്ന് പറയുന്ന ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ്. കൂടാതെ മോയ്സ്ചറൈസറും വണ്ടറിൻ്റെ തന്നെ കൊറിയൻ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വീട്ടിലാണെങ്കിലും ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഞാൻ നിവിയയുടെ സോഫ്റ്റിൻ്റെ നമ്മുടെ റിഫ്രഷിംഗ് സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഇത് നൈക്കയുടെ ഒരു 50+ ഒരു സൺസ്ക്രീനാണ് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഒഴിച്ചുകൂടാൻ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാം, അതായത് പീൽ ഓഫ് മാസ്ക്. അത് എല്ലാ സൺഡേസിലും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ അതേ തീരാറായി, അപ്പോൾ തന്നെ ഞാൻ അടുത്ത പീൽ ഓഫ് മാസ്കും കൂടി ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അലോവേറ ജെല്ല് ഫേസിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ റേഡിയൻ ഗ്ലോ ഫേസ് ഓയിൽ, അതായത് ക്യാരറ്റും ബീട്രൂട്ടും ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ആൽമണ്ട് ഓയിലാണ്. അത് വന്നിട്ട് ഞാൻ അതും ഇപ്പോൾ സിഫാൻ നാച്ചുറൽസിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്, അതും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി. പിന്നെ ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത് എമംഗ് ദ ക്ലൗഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി സ്ക്രബാണ്. ഞാൻ സോപ്പ് യൂസ് ചെയ്യാറില്ല. പിന്നെ ഡവിൻ്റെ നറിഷിങ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കോസ്മോയിൻ്റെ തന്നെ പപ്പായയുടെ ഒരു ബോഡി ലോഷനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതാണ് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നൈക്കയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സും നൈക്കയുടെ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നൈക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് അവരെനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഈ ഫേസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. യൂസ് ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഫേസിൻ്റെ തന്നെ ഒരു ലൂസ് പൗഡറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത് കോമ്പാക്ട് പൗഡറായിട്ടല്ല ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത്, HDയുടെ 3-in-1 കോമ്പാക്റ്റും കൺസീലറും ഫൗണ്ടേഷനും കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലും പോകുന്നതിന് മുമ്പൊക്കെ ഫേഷ്യൽ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷേ 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും അയ്യോ ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ
ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള ഒരു സാധനമാണ് ഗോൾഡിൻ്റെ ഫേഷ്യൽ കിറ്റ്. അത് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു വെക്കും, തീരുമ്പോൾ ഞാൻ വേറെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. കാരണം എപ്പോഴും എല്ലാ പാർലറിൽ പോയി തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഫേഷ്യൽ കിറ്റ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്ട്സ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച്.